വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പദ്ധതി പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിൻ്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആകുമ്പോഴേക്കും പ്ലാനിൻ്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചിലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി? ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 70 കോടി വെച്ചത് ഈ പ്രാവശ്യം 80 കോടിയാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 90 കോടി വെച്ചത് ഈ പ്രാവശ്യം 95 ആക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 കോടി വെച്ചത് 150 ആക്കുന്നു. ഈ 70, 80, 90, 100 വെച്ചെടുത്ത് 38% ചിലവാക്കിയിരിക്കുന്നത്. 38%. മാത്രമല്ല, ഈ 5 വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകെ ഈ പ്ലാൻ്റെ സൈസ് വർദ്ധിക്കുന്നില്ല. ആകെ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത്, ഈ 25-26 മാത്രം. ബാക്കി 30,000 കോടി എന്നുള്ള സ്റ്റാഗ്നൻ്റായിട്ട് പോവുകയാണ്. മനസ്സിലായേ? എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിൻ്റെ സൈസ് ഒരു 15-20% വർദ്ധിക്കുമായിരുന്നു. ഇവിടെ പ്ലാനിൻ്റെ സൈസ് അങ്ങനെ തന്നെ പോവുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു 2,000 കോടി കൂട്ടിയായിരുന്നു. പക്ഷേ 38% പോലും എക്സ്പെൻഡിച്ചർ ഇല്ല. കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് 50%-ഓളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം. ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് 19/8/2025 ഇറക്കിയ ഉത്തരവനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല. കഴിഞ്ഞ 5 മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, വെയ്സ് ആൻഡ് മീൻസിൻ്റെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു.